ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. നിംഷാസ് കിച്ചണിന്റെ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു പുതുവർഷം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ഒരു സ്വീറ്റ് തന്നെ തയ്യാറാക്കാം. ബാസുന്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബാസുന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ വരിക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ബഫല്ലോ മിൽക്ക് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതാവുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അതുപോലെ ക്രീമൊക്കെ സാധാരണ കൗ മിൽക്കിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. നമ്മൾ ഈ പാല് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ഈ ഒരു റെസിപ്പിയിൽ ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരിക്കും ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രക്കാരുടെ ഒരു ട്രഡീഷണൽ സ്വീറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ മുന്നേ താമസിച്ചിരുന്നത് പൂനെയിലായിരുന്നു. അപ്പോൾ അവിടെ പലരും തയ്യാറാക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ റബ്ഡിയൊക്കെ തയ്യാറാക്കില്ലേ, റബ്ഡിയുടെയൊക്കെ വേറൊരു രൂപം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിൻ്റെ ടെക്സ്ചറിലും അതുപോലെ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ 1/4 കപ്പാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ മധുരം കറക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ 1/4 കപ്പ് മുതൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പൊക്കെ വരെ ചേർത്ത് കൊടുക്കാം, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ അത്യാവശ്യത്തിനുള്ള മധുരം എന്തായാലും ഉണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പാട നീക്കാത്ത പാല്, അതായത് മുഴുവൻ ക്രീമോട് കൂടിയ ഒരു പാല്. പല റെസിപ്പീസിലും ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 നുള്ള് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് സാഫ്രോൺ. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവറും അതുപോലെ ചെറിയൊരു യെല്ലോയിഷ് കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്നത് പാല് വറ്റിച്ചെടുത്തിട്ടാണ്. അതിൽ വേറെ തിക്കാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് സമയം എടുത്തിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. പക്ഷെ പലരും പല ഐറ്റംസും ഇതിൽ പാല് തിക്കാവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കോയ എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ നട്ട്സ് പൊടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറിജിനൽ റെസിപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം അവസാനം. പക്ഷേ ഇതിൽ നമ്മൾ തിക്കാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പാല് നമ്മൾ നല്ലപോലെ തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വരിക. അതുപോലെ ബാസുന്തി എന്ന് പറയുന്നത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടിയുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇതിപ്പോൾ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ വറ്റിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞ ഒരു 3/4 ഭാഗത്തോളം തന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല തിക്കായിട്ടും മാറുക. അതുപോലെ പിന്നെ ചിലർ ഇത് തിക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കും, പിന്നെ പാൽപ്പൊടി, അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ കാഷ്നട്ട് മുറിച്ചത്, അതുപോലെ ബദാം മുറിച്ചത്, പിസ്താഷ്യോ മുറിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് സാധാരണയായിട്ട് ഈ ഒരു റെസിപ്പിയിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരും. അടിയിൽ പിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാൽ ഇഷ്ടപ്പെടുന്നവർ നന്നായിട്ട് കുറുക്കി വറ്റിച്ചൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഈ ഒരു റെസിപ്പി ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പാല് വറ്റിച്ചെടുക്കുക. അപ്പോൾ തന്നെ ആയിരിക്കും ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. ഞാൻ പക്ഷേ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കണത്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇത് റെഡി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ.
അപ്പോൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാടൊന്നും കുറുകി വന്നിട്ടില്ല. പക്ഷെ എന്നാലൊരു പകുതി ഭാഗത്തോളം ഈ പാല് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 കാഷ്നട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് തിക്കായിട്ട് വരും. പക്ഷേ ഇത് ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഇത് തിക്കായിട്ടൊന്നും വരില്ല കേട്ടോ. പിന്നെ ഒരുപാട് അളവിലൊന്നും കാഷ്നട്ടിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കണ്ട, അപ്പോഴും നന്നായിട്ട് തന്നെ വരില്ല. അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ വരണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറോട് കൂടി തന്നെ വരണം. ഇനി വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. കുറച്ച് സമയം എടുക്കും എന്തായാലും ഇത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, വീണ്ടും ഒന്നും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൻ്റെ പാട വരുമല്ലോ, അപ്പോൾ പാട ഇങ്ങനെ വശങ്ങളിലൊക്കെ വരണത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എന്താ പറയുക, മെൽറ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ പാട ഒരിക്കലും ഇതിൽ നിന്ന് എടുത്ത് നീക്കി കളയരുത്. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഫുൾ ഫാറ്റ് മിൽക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് തന്നെ. പിന്നെ ഇത് തിക്കാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കണ്ട. കാരണം ഇത് ചൂടാറി വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി തിക്കായിട്ട് വരും. പക്ഷെ എന്നാലും അത്യാവശ്യം തിക്കായിട്ട് എടുക്കണം. അതുപോലെ നിങ്ങൾക്കിത് ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാളും. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ തിളച്ച് പോകാനൊക്കെയുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്വീറ്റ്സ് തന്നെയാണ് തയ്യാറാക്കണത്. അപ്പോൾ പലരും പരാതി പറയാറുണ്ട്, സ്വീറ്റ്സ് ഒന്നും ഞാൻ തയ്യാറാക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരുടെയും പരാതിയൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ സ്റ്റൈലിലുള്ള പാലട പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മളിതുപോലെ പാൽ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അതുപോലെ നല്ല കളറും മാറി വന്നിട്ടുണ്ട്, തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നാൽ മതി. നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ വശങ്ങളിൽ ഇരിക്കണ ആ പാൽപ്പാടിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 ലിറ്റർ പാലെടുത്തതായിരുന്നു. ഇപ്പോൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വരണം. അപ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഇത് മാറുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും തണുത്ത് വരുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കാണിക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കും. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരിക. നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബാസുന്തി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടിയും ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ വരും കാണാനും അതുപോലെ കഴിക്കാനും. ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു വരുന്നത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.